മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. ഒരാൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും പേന തട്ടിപ്പറിച്ച് വാങ്ങാണോ ചെയ്യാ? കൈ വിടാനാ ഞാൻ പറഞ്ഞേട്ടാ. എന്തോന്ന് ബഹളം ഇത്? അന്നത് മനസ്സമാനത്തോടെ ഇരിക്കാൻ സമ്മതിക്കൂലേ? ഇയാൾക്ക് അത്രയും മനസ്സമാനം പോവാണെങ്കിലേ ചെവിക്കകത്ത് വല്ല ഹെഡ്ഫോൺസും കുത്തിക്കയറ്റിരിക്കും. അത് തന്നെ, മാവിൻചോട്ടി പോയിരിക്കും. പിള്ളേരാകുമ്പോ ബേളൊക്കെ ഉണ്ടാവും. ഇതിപ്പം കൊള്ളാം. ചേച്ചി അനിയത്തി ഒറ്റക്കെട്ട്, നമ്മള് പുറത്ത്. ഇതെന്തുവാ ഇത്? ഒന്നും മിണ്ടണ്ടെന്ന് വിചാരിച്ചിരിക്കുമ്പോ എന്റെ ഗൗരി, എന്തിനാ ഈ പിള്ളേരോട് ഇങ്ങനെ വഴക്കിടാൻ പോന്നേ? അത് തന്നെ, അമ്മയുടെ ശബ്ദം എവിടം വരെ കേൾക്കുമെന്നറിയോ? പാറുവിനെന്ത്? അവള് പറഞ്ഞ കാര്യമല്ലേ? ഈ വീട്ടിൽ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും, വലുതാണെങ്കിലും ചെറുതാണെങ്കിലും, എന്തിന് സ്വകാര്യാണെങ്കിൽ പോലും പഞ്ചായത്ത് മുഴുവൻ കൂവി വിളിച്ച് അറിയിച്ചില്ലെങ്കിൽ അമ്മായിക്ക് വലിയ സ്വൈരിക്കാണ്. ഞാനും ചേച്ചിയും ചെറിയൊരു പേനാ പ്രശ്നമാണ് സംസാരിച്ചോണ്ടിരുന്നത്. അതിന് അമ്മായി വന്ന് വലിയൊരു പ്രശ്നം. கௌரி, சிவா, பாரு, இங்க என்ன பிரச்சனை நடக்குது? எதுவா இருந்தாலும் நமக்கு சமாதானமா பேசலாம். ഈ പരിസരത്ത് എന്ത് സൗണ്ട് കേട്ടാലും ഓടി വരും കനകേച്ചി. അതെങ്ങനെ? ദേഹം മാത്രല്ലേ അവിടെ ഉള്ളൂ, കണ്ണും മൂക്കും ചെവിയൊക്കെ ഇവിടെയാണ്. ഇപ്പൊ അടുപ്പേരിക്കുന്ന കരഞ്ഞിട്ടുണ്ടാവും. അത് കറക്റ്റ് ആണ്. പണ്ട് ഈ കനകേച്ചി വെക്കണ സാധനങ്ങളൊക്കെ കഴിക്കാനേ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇപ്പൊ ആർക്കോ വേണ്ടി ഉണ്ടാക്കി വെക്കും. ஐயோ மதுரை மீனாட்சி அம்மா, இவங்க என்னெல்லாம் சொல்றாங்க பாருங்க. கிச்சன்ல இருந்து என்ன பிரச்சனைன்னு தெரியறதுக்கு வந்த என்ன சொல்றது பாருங்க. தெய்வமே கடவுளே. കനകം, വായടച്ചൊന്നും മിണ്ടായിരുന്നേ. നീ എന്തിനാ ഞങ്ങളെ ശപിക്കുന്നത്? ശപിക്കാതാ? ഒരു തെറ്റും ചെയ്യാതെ നിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് കണക്കിന് കൊടുത്തേക്കണേ ദൈവമേ എന്നല്ലേ നീ ഇപ്പൊ പറയാമെന്നത്? ഇങ്ങനെ തന്നെ ശപിക്കണം, ഇങ്ങനെ ശപിക്കും. ஐயோ கடவுளே, என்னெல்லாம் சொல்றாங்க. ஒரு தப்பும் பண்ணாத என்னையா இப்படி எல்லாம் சொல்றீங்க கடவுளே. കനകം, നീ നിന്റെ ജോലി നോക്കി പോയേ. ചുമ്മാ അതൊന്നും പറഞ്ഞോണ്ടിരിക്കാതെ. എല്ലാവരും നിർത്തിക്കേ. എന്തുവാ ഇത്? വിട്ട ഇങ്ങോട്ടെ. ഇത് കാരണല്ലേ പ്രശ്നം മുഴുവൻ തുടങ്ങിയത്? നീ പേന തട്ടിപ്പറിച്ചിട്ടേ എന്തോ ചോദിച്ചേ? ഇതാരുടെ പേനാന്ന്. ഇതാരുടെ പേന? ഇതാരുടെ പേന അതന്നെയല്ലേ ഞാനും അങ്ങോട്ട് ചോദിച്ചേ. എന്നാ കേട്ടോ, ഇതെന്റെ പേന. തീർന്നാ? ആദ്യമേ ഇങ്ങനെ പറഞ്ഞുകൂടായിരുന്നോ? എന്ത്? ഇത് ചേച്ചിയുടെ പേനയാന്ന്. എന്തിന്? എന്റെ 2 പേന കാണാനില്ല, അത് ഞാൻ പോയി നോക്കട്ടെ. അല്ല ശിവ, എന്തിനാണ് ഇവിടെ ഇത്രയും സംസാരം ഇപ്പൊ നടന്നത്? കനകേച്ചി, എന്തേലും ഹെൽപ്പ് ചെയ്യണോ? പാത്രം എന്തെങ്കിലും കഴിവുണ്ടോ? ഹലോ, എന്നൊന്നും മിണ്ടാത്ത? ഞാൻ കെട്ടി ചേട്ടാ. വേണ്ട. ഇതെന്തത്? മധുരക്കാരൊക്കെ എന്തു പറ്റി? ഞാൻ സமைக்கிறது ഒന്നുമേ ടേസ്റ്റ് ഇല്ല അല്ലേ? ഓ, അപ്പൊ അതാണ് സംഭവം. നേരത്തെ പറഞ്ഞത് മനസ്സിൽ വെച്ച് പിണങ്ങിക്കാണ്. എങ്കിട്ട് ഒന്നും പേശ വേണ്ട, എനിക്ക് നിറയെ വേല ഇருக்கு. ഞാൻ ഹെൽപ്പ് ചെയ്യാം. വേണ്ട. ഞാൻ പോവാണേ. വൈകുന്നേരം തിരിച്ചു വരൂലേ? എത്തേണ്ടതാണ്. ആന്റി, പോയിട്ട് വരാമേ. ഹലോ കനകാന്റി, എന്താണ് സംസാരമൊന്നുമില്ലല്ലോ? മൗനവ്രതമാണോ കനകാന്റി? ഞാൻ വേല പാക്കട്ടും, എങ്കിട്ട് ഒന്നും சொல்ல വേണ്ട. ഞാൻ സமைக்கிறது ഒന്നുമേ ടേസ്റ്റ് ഇല്ല അല്ലേ? കൊള്ളാലോ, പുതിയ ഐറ്റാണല്ലോ. എന്താ പ്രശ്നം? സംഭവം മനസ്സിലായില്ലേ? നേരത്തെ നമ്മൾ അവിടെ വെച്ച് പറഞ്ഞില്ലേ, ഉണ്ടാക്കണൊന്നും കൊള്ളൂല, ആർക്കോ വേണ്ടി ഉണ്ടാക്കണാണെന്ന്. അത് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നണം. അത് മനസ്സിൽ വെച്ച് പിണങ്ങി നിൽക്കുക. ആണോ കനകാന്റി? കനകോ, என்ன சொல்லும்? என்கிட்ட சண்டை போடியா? பேச மாட்டியா? ஆஹா,
എന്താണ് കനകാന്റെ അങ്ങനെ? എന്ത് മുഖം ഇങ്ങനെ വീർപ്പിച്ചു വെച്ച് നിക്കണ? കണ്ണും തുറച്ച് നോക്കുന്ന എന്ത് മിണ്ടൂലേ? എന്ത് മിണ്ടാത്തെ? അതൊക്കെ എന്തിന്റെ കാര്യമായിട്ട് ചുമ്മാ പറഞ്ഞല്ലേ? நான் நாளான்னைக்கு மதுரைக்கு போறேன், அவ்வளவுதான். നാളന്നേക്ക് മധുരയ്ക്ക് പോണം. நாளைக்கு மறுநாள். മറ്റന്നാ എന്നിട്ട് പോയിട്ട് എന്ന് തിരിച്ചു വരും? அது எனக்கு தெரியாது. അതൊന്നും നടക്കൂല. ഏറിപ്പോയത് 4 ദിവസം 5 ദിവസം ഒരാഴ്ചക്കുള്ളിൽ തിരിച്ചു വിടാൻ തുടങ്ങട്ടല്ലോ. அது சொல்ல முடியாது. ഏ என்னோட அப்பா அங்க இருக்க சொன்னா நான் இருப்பேன். അതൊന്നും പറ്റൂല. പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരണം. அது சொல்ல முடியாது. ഏ ഓ, ഇത് സംഭവം പിണങ്ങിപ്പോണാണോ? മധുരക്കനക അങ്ങനെ പോയ എങ്ങനെ ശരിയാവും? കനകാണ്ട് നമ്മുടെ മുത്തല്ലേ, നമ്മുടെ ചെല്ലല്ലേ, നമ്മുടെ ചങ്കല്ലേ. പിന്നെ ഇനി എങ്ങാനും മുട കാണിച്ച് മധുരയ്ക്ക് പോയാ, മധുര നമുക്ക് അറിയാത്ത സ്ഥലമൊന്നും അല്ല, പൊക്കിയും കൊണ്ടുവരും ഞങ്ങള് കേട്ടോ. அப்படியெல்லாம் முடியாது. ഏ எனக்கு அங்க கேட்கறதுக்கு நிறைய ஆளுங்க இருக்காங்க. കേക്കറത്തൊക്കെ ആളിറക്കാങ്കളാ? അതൊന്നും പറ്റൂല ചേച്ചി. പോയ ഉടനെ ഞങ്ങൾ ഇങ്ങ് കൊണ്ടുവരും. முடியாது. എന്നോ ഒന്ന് കാണണല്ലോ. ഇത്രക്ക് ചാടുക? ചിരിക്കൂലേ? ഗൗരവോ? ചിരിക്കൂലേ? 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 ശിവ, അല്ലെങ്കിൽ കോളിംഗ് ബെല്ല് പോലെ ചിരിക്കുന്ന ചിരിക്കൂലേ? ചിരിക്കൂലേ? ചിരി. കാണണല്ലോ. പട്ടയില്ല, ബസ് ചിരി ചിരി ചിരി. ഇവിടെ എന്താ ഇത്? ഇവിടെ ഇങ്ങനെ പലതും നടക്കും. നീ ഒരു നടപടണം കേട്ടാ. ചേച്ചി ചേച്ചി എന്ത്? എന്റെ പേന കിട്ടി അപ്പുറത്തെ റൂമിന്റെ കട്ടിന്റെ അടിയുന്നു. തന്നെ അമ്മേ, വലിയ ന്യൂസ് അല്ലേ ഇതിപ്പോ? നമുക്കൊരു കാര്യം ചെയ്താലോ? ഇത്രയും വലിയ ന്യൂസ് അറിഞ്ഞ സ്ഥിതിക്ക് ഇന്ന് വൈകുന്നേരം എല്ലാ ന്യൂസ് ചാനലിന്റെയും പ്രൈം ടൈമിൽ ഇത് ഡിസ്കഷൻ ആയിട്ട് വെക്കാം, പോരെ? അതാണോ നിക്കട്ടെ ചേച്ചി, ഇതെങ്ങനെ കട്ടിന്റെ അടിയിലെത്തി? ഈ പേനായേ ഇപ്പുറത്തെ മുറിയിലെ കട്ടിലിന്റെ അടിയിൽ നിന്ന് ബോറടിച്ചപ്പം അപ്പുറത്തെ മുറിയിലെ കട്ടിലിന്റെ അടിയിലോട്ട് പോകുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അമ്മൂമ്മ എടുത്തേ ഈ പേന ബൈ പറഞ്ഞ. പറഞ്ഞായിരുന്നു നീ. ഞാൻ പോട്ട് മാറങ്ങോട്ട്. അവിടെ പോണ ചേച്ചി? ഞാൻ ചെന്നൈക്ക് പോണ്. അതിന് ലീവ് കഴിഞ്ഞില്ലല്ല? ഇല്ല പാറു, കഴിഞ്ഞില്ല. പക്ഷെ എനിക്ക് ഇവിടെ നിന്ന് മടുത്ത്. എപ്പോ നോക്കിയാലും തല്ലും അടിയും ബഹളവും, വയലൻസ് വയലൻസ് വയലൻസ്. ഐ ഹേറ്റ് വയലൻസ്, ഐ അവോയ്ഡ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഒടുക്കത്തെ വയലൻസ് ആണ്. ഞാനിവിടെ നിൽക്കൂല. പിന്നെന്താ, ഇവിടെ ആർക്കും എന്റെ ഒരു സ്നേഹം ഇല്ലല്ലോ. ഞാനിങ്ങനെ വല്ലപ്പോഴും കയറി വരുന്നു, പിന്നെ ഇറങ്ങി പോകുന്നു, അങ്ങനെയൊക്കെയല്ലേ ഉള്ളൂ. ഞാൻ പോവാണ്, ഞാൻ നിൽക്കുന്നില്ല. കേട്ടാ മായി? വേണ്ട, എന്തിന്? ഈ പാറൂരാണ് ഏറ്റവും ഇഷ്ടമില്ലാത്തത്. ഒരു റെസ്പെക്റ്റും ഇല്ല. എപ്പോ നോക്കിയാലും ഇങ്ങനെ ഒരു ബഹുമാനത്തെ പോലെ എന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക ചെയ്യാ. വിട്ട് കൈ പോവല്ലേ? ഞാൻ പോവും. വിട്ടേ പാറു. അമ്മൂമ്മേ, ഞാൻ പോവാ. എന്റെ ഒരു തിരിച്ചറിവ് ഉണ്ടാവില്ല. അമ്മായി ബൈ. ബൈ. പാവ ശിവ. ഈ പാറു കാരണമാണ് ശിവ പോയത്. മലർകളെ മലർകളെ ഇത് എന്നെ കനവാ. ആന്റി, കണ്ട പേന ബെഡ്ഷീറ്റിന്റെ അടി കിടന്നേ. ഇത് എന്റെയാന്ന് തോന്നേ. ഇവിടെ അങ്ങ് ആകിട്ട് കിടക്കുന്ന എല്ലാ പേനയും എന്റെയാ. அப்படின்னா நீ வச்சுக்கோ பாரு. വെക്കാൻ തന്നെയാ പോന്നേ. എന്റെയാന്നാ തോന്നേ. തായേച്ചി, നീ എന്താ പറഞ്ഞ? നിന്റെ ആണെന്ന് തോന്നണെന്നാ? ഇതേ എന്റെയാ. കുറച്ചു ദിവസം മുന്നേ കാണാണ്ടായതാ. അതല്ലേ ഞാൻ പറഞ്ഞേ എന്റെയാണെന്ന് തോന്നുന്നു. ഇതിപ്പോ കെട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇനി തെളിയില്ല. തെളിയില്ലേ? എടി കള്ളി. അപ്പൊ ഇതിന് മഷി മൊത്തം തീർത്തിട്ട് ചേച്ചി കൊണ്ട് കളഞ്ഞതാണല്ലേ? ഇനിയിപ്പൊ അങ്ങനെ ആക്കിയോ? എന്താ അങ്ങനെ ആക്കിക്കോന്ന്? എന്റെ ആന്റി, ഞാൻ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് ഇവിടെ ഒക്കെ പോകുമ്പോഴത്തേക്ക് ഓരോ പേന മേടിച്ചോണ്ട് വരും. എന്നിട്ട് ഇവിടെ വരുമ്പോഴോ അത് ഇവള് കൊണ്ടേ കളയും. എന്തോന്ന് ലച്ചു, വന്ന് കേറിയോണ്ട് പേനരും പേര് പറഞ്ഞ അടി തുടങ്ങിയ? അടിയൊന്നുമില്ല. നീ എന്നിട്ട് ലേറ്റ്? ബസ് കിട്ടണ്ടേ? എപ്പ ഇറങ്ങിയതാന്നറിയോ വീട്ടിൽ നിന്ന്? ബസ് കാത്തിരുന്ന് മനുഷ്യന്റെ ഊപ്പാടിളകി. ചേച്ചി എന്തിനാ ബസ്സും വണ്ടിയൊക്കെ പിടിച്ചോണ്ട് ഇങ്ങോട്ട് വരുന്നേ? കുഴിപ്പളത്തേനങ്ങ് നിന്നാ പോരെ. ആടി, ഞാനിത് കേക്കണം. അവള് പറഞ്ഞ കേട്ടാ, ഞാൻ എന്തിനാണ് ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് വരുന്നേന്ന്. കൊച്ചു പറഞ്ഞ സത്യമല്ലേ? നീ എന്തിനാ ഓടിപ്പിടിച്ച് ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അത് തന്നെ. നീ എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് ചാടിയോടി ഇങ്ങോട്ട് പറഞ്ഞ? കൊള്ളാലോ, എല്ലാരും കൂടെ എന്നെ വളഞ്ഞിട്ട് വാരിയാ. ലക്ഷ്യം കൂടെ ഇവിടെ ഇല്ലെങ്കിലേ കാണായിരുന്നു.
அது நீ சொன்ன கரெக்ட் தான். நீ இங்க இல்லைன்னா வீடெல்லாம் தூங்கின மாதிரி இருக்கும். അങ്ങനെ ഓരോരോ പ്ലസ് പോയിന്റ് അങ്ങ് പറഞ്ഞു കൊടുക്ക ആന്റി. ചേച്ചിയുടെ ഒരു പ്ലസ്, എനിക്ക് എത്ര പേന ഉണ്ടായിരുന്നെന്നറിയോ? അതൊക്കെ ഞാൻ സൂക്ഷിച്ചു വെക്കും. ഇവിടെ വെളിയിലോട്ട് എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ കാണാതെ. ഇനി നോക്കിയോ, എന്റെ പേന ആരും കാണൂല. ഓ പിന്നെ അല്ലെങ്കിൽ തനിക്ക് പേന കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ്? പറയണ പറച്ചിലേട്ടാ ഇല്ല എന്നോ പഠിപ്പിച്ചിട്ടാ പോലെയാ. அப்படி சொல்லாத லட்சு, அவ பேனை வச்சு ரொம்ப அழகா டிரா பண்றா. பெரிய ஆர்டிஸ்ட். അങ്ങനെ എന്റെ പ്ലസും പറഞ്ഞു കൊടുക്ക്. എല്ലാരും ഒന്ന് സംസാരം നിർത്തിയായിരുന്നെങ്കിൽ ഞാൻ ഒരു സാധനം കാണിച്ചു തരായിരുന്നു. എന്തുവാ? എനിക്ക് 2 പേന ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ആറു ഒന്ന് സൂക്ഷിച്ചു നോക്ക്. നിന്റെയാണ്. ഒന്ന് എനിക്ക് സോഫയിൽ കിട്ടിയാണ്, ഒന്ന് മെനങ്ങാന്നാണെന്ന് തോന്നണം ഹോളിൽ നിന്ന് കിട്ടിയാണ്. സൂക്ഷിച്ചു നോക്ക്. നിന്റെയാണ്. ഇതെന്റെ അല്ല. ഉറപ്പാണ്? ഇത് നിന്റെയാണ്? എന്റെ അല്ലെന്ന് തോന്നുന്നു. നിന്റെ അല്ല. നിന്റെയാണോ ലച്ചു? ഇതെന്റെ പേനയാ. ഇത് ഞാൻ വാഴക്കാലേന്ന് മേടിച്ചത്. ഇത് വാഴക്കാലേ നീ മേടിച്ച. ഇത് ഇതെവിടുന്നാ കിട്ടിയേ? ഇത് 2 ആഴ്ച മുന്നേ എന്റെ കയ്യിൽ നിന്ന് മിസ്സായ പേനയാ. ആണോ? നിന്റെ ഭർത്താവ് എന്നത് വാഴക്കാല പേനയുടെ ബിസിനസ് തുടങ്ങിയിരിക്കണ. ഇത് നിനക്ക് അവിടെ നിന്ന് കിട്ടേ? അല്ല, ഇത് 2 ആഴ്ച മുന്നേ കളഞ്ഞു പോയതാ. കൊള്ളം, കള്ളം പറയല്ലേ ലച്ചു. ഈ 2 പേന എന്റെ പേനയാണ്. നിന്റെതും അല്ല അവളതും അല്ല. പക്ഷേ സത്യം പറഞ്ഞതുകൊണ്ട് ഈ പേനയും പാറൂട്ടന്. ഇതിപ്പോ പണ്ട് മരംവെട്ടുകാരന്റെ കഥ പറഞ്ഞ പോലെ ആയല്ലോ. എന്ത് കഥ? അത് കുഞ്ഞിനറിയത്തില്ല മരംവെട്ടുകാരന്റെ കഥ? പണ്ടേ ഒരു മരംവെട്ടുകാരൻ മരം വെട്ടിക്കൊണ്ട് വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കോടാലി വെള്ളത്തിൽ പോയി. വെള്ളത്തിൽ പോയപ്പോ അദ്ദേഹം നിന്ന് കരഞ്ഞു. അപ്പം വെള്ളത്തിൽ നിന്ന് ഒരു ജലദേവത ഇങ്ങനെ അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടു. ജലദേവതയാ? ജലദേവത പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിച്ചു, മരംവെട്ടുകാരനോട് ചോദിച്ചു എന്തിനാ കരയുന്നതെന്ന്. അപ്പൊ പറഞ്ഞു എന്റെ കോടാലി വെള്ളത്തിൽ പോയെന്ന്. പെട്ടെന്ന് ജലദേവത പോയിട്ട് ഒരു സ്വർണ്ണ കോടാലി എടുത്തോണ്ട് വന്നു. എന്നിട്ട് മരംവെട്ടുകാരനോട് ചോദിച്ചു ഇതാണോ നിന്റെ കോടാലിന്ന്. അപ്പൊ മരംവെട്ടുകാരൻ പറഞ്ഞു ഇതല്ല എന്റെ കോടാലിന്ന്. ഇതങ്ങ് എടുത്തുകൂടായിരുന്നോ? ഞാൻ കഥ പറഞ്ഞോണ്ടിരിക്കുമ്പോ അതിന്റെ ഇടയിൽ കയറല്ലേ. വീണ്ടും ജലദേവത വെള്ളത്തിൽ പോയിട്ട് ഒരു വെള്ളി കോടാലി എടുത്തോണ്ട് വന്നു. അപ്പൊ മരംവെട്ടുകാരൻ പറഞ്ഞു ഇതും അല്ല എന്റെ കോടാലിന്ന്. അത് എടുത്തോടായിരുന്നോ? എന്റെ പാറു, ഞാൻ കഥ പറയണോ? എന്നാ മിണ്ടാതെ അവിടെ ഇല്ല. എന്നിട്ട് വീണ്ടും പോയിട്ട് മരംവെട്ടുകാരന്റെ ശരിക്കുള്ള കോടാലി എടുത്തോണ്ട് വന്നു. അപ്പൊ കണ്ടപ്പോ തന്നെ മരംവെട്ടുകാരൻ പറഞ്ഞു ഇതെന്റെ കോടാലിയാന്ന്. അപ്പൊ ജലദേവതയ്ക്ക് ഭയങ്കര സന്തോഷമായി. എന്താന്നറിയാവോ? എന്താ? മരംവെട്ടുകാരൻ സത്യസന്ധമായിട്ട് പറഞ്ഞില്ലേ, കള്ളം പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് ഈ 3 കോടാലി എന്ന് പറഞ്ഞ സ്വർണ്ണക്കോടാലി, വെള്ളിക്കോടാലി, മരംവെട്ടുകാരന്റെ ഒറിജിനൽ കോടാലി, ഇത് 3 മരംവെട്ടുകാരന് കൊടുത്തു. അപ്പൊ മരംവെട്ടുകാരന് സന്തോഷമായി. ജലദേവത അപ്രത്യക്ഷമായി. ഈ കഥ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അത് ശരി, എന്നെ കൊണ്ട് കഥ പറയിപ്പിക്കാനായിരുന്നോ? കേട്ടിട്ടില്ലെന്ന് പറഞ്ഞേ. ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ മരംവെട്ടുകാരന്റെ കൂട്ടുകാരൻ പോയി ജലദേവത എടുത്ത് കള്ളം പറഞ്ഞപ്പോ പണി കിട്ടിയ കഥയും ഞാൻ കേട്ടിട്ടുണ്ട്. അതേത് കഥ? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അമ്മുമ്മേ, അമ്മുമ്മേ, എവിടെ പോയി കിടക്കുന്നു? ചെവിയും കേൾക്കത്തില്ല. ആണോടാ? ആണ്. മോൻ ജോലിക്ക് പോവാൻ ഇറങ്ങിയോ? ഇറങ്ങി അമ്മുമ്മ. അമ്മുമ്മേ, അമ്മയോടെ ഭക്ഷണം പൊതിഞ്ഞെടുക്കാൻ പറ, എനിക്ക് പോണ്ടേ. അയ്യോ, ഇപ്പൊ കൊണ്ടുവരുമായിരിക്കും. അമ്മേ, അമ്മേ. ഇത് ഭക്ഷണം ഇതിനകത്ത് വെക്കുന്നുണ്ടമ്മ. കുഞ്ഞാ, ഇരുട്ടുന്നതിന് മുമ്പ് വരണേ. നമ്മുടെ ആവശ്യത്തിനുള്ളതും വിൽക്കാനുള്ള വിറകും കിട്ടിയിട്ടേ ഞാൻ വരത്തുള്ളൂ. ഓനെ ദാമു, സൂക്ഷിച്ചു പോണേ. വന്യമൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലമാ. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല അമ്മൂമ്മ. നല്ല വിറക് കിട്ടാത്തോണ്ട് നമുക്ക് ദാരിദ്ര്യമല്ലേ. കണ്ട നമ്മുടെ വീടിന്റെ അവസ്ഥ. നല്ല ഭക്ഷണം കിട്ടാത്തോണ്ട് എന്റെ അമ്മ കണ്ടില്ലേ, മെലിഞ്ഞുണങ്ങി. മെലിഞ്ഞുണങ്ങിയോ? എവളോ? അപ്പം മെലിഞ്ഞവരെ കണ്ടിരുന്നെങ്കിൽ ദാമു എന്തു പറയും?
ദാമു, മോൻ ഇതൊന്നും കേക്കണ്ട. മോൻ പോവാൻ നോക്ക്. ഇരുട്ടുന്നതിന് മുമ്പ് വാ കുഞ്ഞ. നീ എന്തൊരു വർത്തമാനമാണ് ഈ പറയുന്നത്? അമ്മൂമ്മയുടെ വാക്ക് കേൾക്കാതെ മോൻ പോവാൻ നോക്ക്. ഞാൻ പോയി കഴിയുമ്പോ നിങ്ങൾ രണ്ടുപേരും കൂടെ തല്ലുകൂട്ടരുത്. ഞാൻ തല്ലു പിടിക്കത്തില്ല. ഇവളാ വഴക്കാളി. ഇവളെ അന്യദേശക്കാരിയല്ലയോ? എന്റെ മോൻ മരം വെട്ടാൻ പോയപ്പോ കണ്ണും കവളും കാണിച്ച് മയക്കിലെടുത്തതല്ലയോ? ഇനി ഇപ്പൊ പറഞ്ഞിട്ടെന്താ കാര്യം? എന്റെ കുഞ്ഞ് സമാധാനം കിട്ടാതെ പോയതല്ലയോ? അമ്മ ഒന്നും മിണ്ടാതിരിക്കോ? മോന് പോവാൻ നോക്ക്. പോ മോനെ. മോനെ ദാമു, നീ പോയിട്ട് വരുമ്പം ഞാൻ മരിച്ചു കിടക്കുവാണെങ്കിൽ നീ വിചാരിച്ചോണം ഇവളെനിക്ക് വിഷം തന്നു കൊന്നതാന്ന്. എന്റെ മോൻ ശ്രീകുമാരൻ എങ്ങനാ മരിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും സംശയമുണ്ട്. അമ്മ ഒന്ന് മിണ്ടാതിരിക്കെ. മോൻ പോ. അതാ നല്ല. മോൻ പോ മോനെ. ഇതും കണ്ടോണ്ട് ഞാനെങ്ങനെ പോവും? നിങ്ങൾ രണ്ടുപേരും കൂടെ തമ്മിൽ തല്ലി ചാവും. ഞാനല്ല, നിന്റെ തള്ളയാ വഴക്കുണ്ടാക്കുന്നത്. ദാമു, നീ ബാണ്ടക്കെട്ടായിട്ട് അവിടെ പോണു. അത് ഞാൻ മരം വെട്ടാൻ പോകും. ആ, ചെന്ന് കേറി കൊടുക്ക്. ആദ്യം അവിടെ ചമ്മന്തി ആക്കും. പിന്നെ ബോഡി പോലും കിട്ടൂല. അത് കുഴപ്പമില്ല, പുലി കൊണ്ടുപോയിക്കോളും. അയ്യോ, പുലിയോ? നിങ്ങൾ ചുമ്മാ പേടിക്കാതെ. ഇവൻ ചുമ്മാ പറയുന്നത്. നിങ്ങൾ നോക്കിയോ, മരം വെട്ടിയിട്ട് വിറകെല്ലാം വിറ്റിട്ട് ഈ വീട്ടിലെ പട്ടിണിയൊക്കെ ഞാൻ മാറ്റി. എടാ ദാമു, താ വലിയ മരം വെട്ടുകാരനല്ലേ? തന്നെ വീടൊരു 4 പലക വെച്ച് മറച്ചൂടെ ഇടൂ. പിന്നെ ഇയാൾക്കുള്ളത് വലിയ താജ്മഹലല്ലയോ? കുത്തിയാൻ വെച്ചേരും കേട്ടാ. കള തന്റെ അമ്മമ്മയുടെ നാക്കിച്ചിട്ട് കൂടുന്നുണ്ട്. മര്യാദക്ക് വളർത്തിക്കോളാം കേട്ടല്ലോ. ഞങ്ങളുടെ വീട്ടിലെ പട്ടിണിയെങ്കിലും ഉണ്ട്, നിന്റെ വീട്ടിൽ എന്തോ ഉണ്ട്. എന്നിട്ടും നിന്റെ ഒരു അഹങ്കാരം കണ്ടില്ലയോ? എന്റെ മോനെ കാട്ടിപ്പോയി വലിയ മരം വെട്ടി കൊണ്ടുവന്ന് വിറ്റ് കാശുണ്ടാക്കിയിട്ട് ഞങ്ങള് സന്തുഷ്ടരായിട്ട് ജീവിക്കും. ഒരു പച്ചത്തണ്ട് വെട്ടാനുള്ള ആവത് പോലും ഇല്ലാത്ത നിങ്ങളുടെ മോനാണ് വലിയ മരം വെട്ടിക്കൊണ്ടുവരാൻ പോണം. ദാമു, മോൻ ചെല്ല്. മോനെ പോയിട്ട് വാ, സൂക്ഷിച്ചു പോണേ. പോയിട്ട് വരുമ്പോഴേ കുറച്ച് വിറകും കൊണ്ട് കൊണ്ടുവരണേ. എന്തിനാ? ഒരാൾക്ക് പ്രായമൊക്കെ ആയില്ലേ, നിന്റെ അമ്മൂമ്മയ്ക്ക് തന്നെ ആവശ്യം വരും. വെട്ടാൻ പറ്റിയ മരമൊന്നും കാണുന്നില്ലല്ലോ. ഒരു പട്ടിണിയാവും. വെട്ടാൻ പറ്റിയ മരം. എന്റെ കോടാലി ദൈവങ്ങളെ കാത്തോണേ. ഇന്ന് ഞാൻ വെട്ടാൻ പോവാണേ. എന്നോടൊന്നും തോന്നല്ലേ. അയ്യോ, എന്റെ കോടാലി പോയേ. എന്റെ അച്ഛന്റെ കോടാലി പോയേ. ഞാനും അമ്മ എന്ത് ചെയ്യും? അയ്യോ, കോടാലി പോയേ. എന്റെ അച്ഛന്റെ കോടാലി പോയേ. രാമു, നീ ഇങ്ങോട്ട് നോക്കടാ. നീ എന്തിടാ? ഇത്രയൊക്കെ സെറ്റപ്പ് വന്ന എന്നെ നിനക്ക് മനസ്സിലായില്ലേടേ? എടേ കിരീടം, ഇത് മാല, വള. എടേ നീ ദേവതയുടെ ജലദേവത. അല്ല, നീ എന്തിനാ കിടന്ന് മോങ്ങയാ? എടേ സൂക്ഷിച്ച് വാ. ഉരുണ്ട് പോയാ എനിക്ക് മുങ്ങി എടുക്കാനൊന്നും പറ്റൂല. എന്റെ കോടാലി വെള്ളത്തിൽ പോയി. ബെസ്റ്റ്. നീ എന്തോന്ന് കിഴങ്ങനടേ? എവിടെ മരം വെട്ടുമ്പോ കോടാലി ഉറച്ചു പിടിക്കാൻ അറിഞ്ഞൂടെ നിനക്ക്? ഇനി ഞാൻ മുങ്ങി എടുത്തു തരണോ? നീ ഒരു കാര്യം ചെയ്യ്, നീ വീട്ടിൽ പോ നോക്ക്. ഞാൻ ഒരു മരം വെട്ടുകാരനാണ്. എനിക്ക് കോടാലി ഇല്ലാതെ വീട്ടിൽ പോവാൻ പറ്റൂല. കോടാലിയാണ് എന്റെ ജീവിതം. ഓ, അപ്പൊ നീ കോടാലിന്നാണ് പറഞ്ഞു വരണല്ലേ? ഞാൻ കോടാലിയാണെന്നല്ല പറഞ്ഞേ, പിന്നെ എന്റെ ജീവിതം കോടാലിയാണെന്നാ പറഞ്ഞേ. നീ ഒരു കാര്യം ചെയ്, നേരത്തെ പറയണ കേട്ടല്ല പട്ടിണിയാണ് പരിവട്ടമാണെന്ന്. ഇങ്ങനെ കിടന്ന് മോങ്ങ എങ്ങനെ നിന്റെ പട്ടിണി മാറും? നീ മുങ്ങി എടുക്കാത്തെന്ത്? കോടാലി വെള്ളത്തിൽ പോയപ്പോ മുങ്ങി എടുക്കാൻ അറിഞ്ഞൂടായിരുന്ന നിനക്ക്? എനിക്ക് നീന്തറിഞ്ഞൂടാ. കഷ്ടം തന്നെ നിന്റെ കാര്യം. വീടിന് ചുറ്റും 5-6 കുളം ഇല്ലേ? എന്തിന് പാറമടയില്ലേ? എന്നിട്ട് നീന്താറിഞ്ഞൂടന്ന്. ഓ അയ്യോ ദേവതേ, അങ്ങനൊന്നും പറയല്ലേ. ഞങ്ങളുടെ കുടുംബം പട്ടിണിയായി പോവേ.
എന്റെ അച്ഛന്റെ കോടാലി പോയേ. അച്ഛന്റെ കോടാലിയാ? കുറച്ചു നേരത്തെ പറഞ്ഞ നിന്റെ കോടാലിന്ന്, ഇപ്പം പറഞ്ഞ അച്ഛന്റെ കോടാലിന്ന്. ഇതിൽ ഏതാണ് ഉള്ളത്? ഇത് അപ്പൂപ്പന്റെ കോടാലി ആയിരുന്നു. അപ്പൂപ്പ മരിച്ചപ്പോ അച്ഛന് കൊടുത്തു, അച്ഛൻ മരിച്ചപ്പോ എനിക്ക് തന്നു. ഓ, അപ്പൊ പഴയതാണല്ലേ. എന്നാ പോട്ടെ പുല്ല്, നീ വീട്ടിൽ പോകാൻ നോക്ക് പോ. അയ്യോ അങ്ങനൊന്നും പറയല്ലേ, എനിക്ക് കോടാലി ഇല്ലാതെ ജീവിക്കാൻ പറ്റൂല. ഒരു മിനിറ്റ് നില്ല്, നീ എനിക്ക് കോടാലി ആവാതെ. അയ്യോ അവിടെ പോയി. നീ ഇങ്ങോട്ട് നോക്ക്. ആ എത്തിയാ? ഇതാണ് നിന്റെ കോടാലി? ഇതോ? ഇതല്ല. നീ ഒന്ന് സൂക്ഷിച്ച് നോക്ക്. എന്റെ അല്ല. നീ വെള്ളിയാണ്. എന്റെ അല്ല. അല്ലല്ലേ? എന്നാ ശരി, നീ ഒന്ന് പിടി. പിന്നെ പോയ. ഇതാണോ നിന്റെ കോടാലി? ഇത് കാണിച്ചേ. ഇതെന്റെ അല്ല. സ്വർണ്ണമാണ്, വിറ്റ നല്ല വില കിട്ടും. എന്റെ അല്ല. അല്ലല്ലേ? ഉറപ്പല്ലേ? എന്നാ ശരി, ഇതൊന്ന് പിടി. പിന്നെ പോയ. ഇതാണ് നിന്റെ കോടാലി? ആ ഇതാണ്. ഇതാണല്ലേ? എന്നാ നീ ഇത് കൊണ്ടിട്ട് വെച്ച്. ഞാൻ എപ്പോഴും ഓർമ്മിക്കും. എന്തിന്? ഞാൻ മനസ്സമാനത്തോടെ വെള്ളത്തിന്റെ അടിയിൽ കിടന്നോട്ട് നീ വന്ന് എന്നെ ശല്യപ്പെടുത്താതെ കേട്ടാ. എന്തായാലും നീ കള്ളനല്ല, അതുകൊണ്ട് നീ 3 കൊണ്ടുവെക്കും. ഞാനോ? ആ 3? ആ. താങ്ക് യു ദേവതേ. വെൽക്കം. പോയി പോവാ. രാമു, എന്താ കോടാലിയൊക്കെ ആയിട്ട് ഇവിടെ ഇരിക്കുന്നെ? ഓ, മരം വെട്ടാൻ വേണ്ടി ഇറങ്ങിയതാ. പക്ഷേ മൊത്തത്തിലൊരു ക്ഷീണം, പണിയെടുക്കാനൊന്നും തോന്നല്ല. ഇതെന്താണ് 3 കോടാലിയാ? ഇത് സ്വർണ്ണാണോ? അപ്പൊ അതോ? ഇത് വെള്ളി. ഇതെവിടെ കിട്ടി? ജലദേവത. ജലദേവതയാ? ആ. അപ്പൊ അങ്ങനെ കിട്ടിയതാണല്ലേ? നീ എവിടെ വെച്ചാ ജലദേവതേനെ കണ്ടേ? അതാ പുഴയുടെ സൈഡിൽ വെച്ചിട്ട്. പുഴയുടെ സൈഡാ? എന്നാ നീ വിട്ടോ. തന്നെയല്ലേ ഡാം പറഞ്ഞ കടവ്? കാണാനൊന്നുമില്ലല്ലോ. അയ്യോ, എന്റെ കോടാലി വെള്ളത്തിൽ പോയേ. നാട്ടുകാരെ ഓടി വന്നു. അയ്യോ അയ്യോ അയ്യോ, ഇനിയിപ്പോ ഞാൻ എങ്ങനെ ജീവിക്കേ? അയ്യോ, എന്റെ കുടുംബം പട്ടിണിയാവേ. അയ്യോ. എന്തിന് മനസ്സമാനത്തോടെ കിടക്കാൻ സമ്മതിക്കൂലേ? ജലദേവതയല്ലേ? നിനക്കിന് മുന്നേ പരിചയമുണ്ടോ? അല്ല, ലുക്കൊക്കെ കണ്ടപ്പോ ചോദിച്ചതാ. എന്തിനു കിടന്ന് മോങ്ങണം നീ, അത് പറ. ദേവതേ, എന്റെ കോടാലി വെള്ളത്തിൽ പോയി. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? അല്ലെങ്കിൽ നീ പണിക്കൊന്നും പോവൂലല്ലോ. നീ ഒരു കാര്യം ചെയ്, വീട്ടിൽ പോയി ഉണ്ടോണ്ട് കിടന്ന് ഉറങ്ങ്. അയ്യോ, അങ്ങനെ പറയല്ലേ, എന്റെ ഭാര്യയും പിള്ളേരൊക്കെ പട്ടിണിയാവും. ഇത് വലിയ കോടാലി ആയല്ല. എടാ, നിനക്ക് മുങ്ങി എടുത്തുകൂടെടേ? നീന്താൻ അറിയണ്ടേ? ഞാനിവിടെ മരം വെട്ടാൻ വേണ്ടി വന്നതാണ്. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് എന്റെ കൈ നിറയാണ്ട് കോടാലി വെള്ളത്തിൽ പോയി. ഇപ്പൊ എന്ത് ചെയ്യും? എന്ത് ചെയ്യണം? ഒന്ന് സഹായിക്കാൻ എടുത്താ. എടേ, ഞാൻ ജലദേവതയാണ്, അല്ലാതെ മുങ്ങൽ വിദഗ്ധ അല്ല. ജസ്റ്റ് ഒന്ന് മുങ്ങി നോക്കി കിട്ടും, എനിക്ക് ഉറപ്പാ. നോക്കട്ടെ. പോയാ? ഇതാണോ നിന്റെ കോടാലി? ദൈവമേ, ഇത് തന്നെ എന്റെ കോടാലി. ഇത് തന്നെയാണോ? ആണോ? ആ, എന്നാ പിടിച്ചോ. സന്തോഷായോ?
അപ്പം ഇതാരുടെ കോടാലിടാ? പിന്നെ വന്നോ? ഞാൻ മുങ്ങിയപ്പോ കാലി തട്ടിയത്. ചരിച്ചു പഠിച്ചേ. ദൈവമേ, ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച മരം വെട്ടാൻ വന്നപ്പോഴത്തേക്ക് കയ്യിൽ നിന്ന് വീണു പോയതാ. ആണോ? എന്നാ ശരി, നീ വച്ചോ. കളിക്കണോ? പിന്നെയും പോയാ? 2 കോടാലി. എന്തായാലും കിട്ടിയത് കിട്ടി. ഇനി ഇവിടെ അധികം നിക്കണ്ട. അങ്ങനെ അങ്ങ് പോവാതെ. ഇതാരോ കോടാലിടാ? അത് ഇരിപ്പിന്റെ കോടാലിയാണോ? കണ്ടിട്ട് മനസ്സിലായില്ലേ? ഇതെന്റെ ഒന്നല്ല, ഇത് വേറെ ആരെങ്ങളുടെ ആയിരിക്കുള്ളൂ. വേറെ ആര്? ഇത് ചിലപ്പോ ദേവതയുടെ കോടാലി തന്നെ ആയിരിക്കും. മരം വെട്ടാണോ മണി? മരം വെട്ട് തന്നെ. മരം മുറിച്ചിട്ടേ അങ്ങ് അറക്കാൻ കൊണ്ട് മില്ലി കൊടുക്കും. അപ്പൊ അതിന്റെ വേസ്റ്റ് ഒക്കെ എന്ത് ചെയ്യും? അത് മില്ലി കളഞ്ഞോളൂ. എന്നാ ഇനി മില്ലി കളയൊന്നും വേണ്ട, വേസ്റ്റ് ഒക്കെ ഞാൻ എടുത്തോളാം. ആയിക്കോട്ടെ, താങ്ക്സ്. എന്നാ പിന്നെ പോട്ടാ. അപ്പൊ ഇത് നിന്റെ കോടാലി അല്ല. ഇതെന്റെ കോടാലി ഒന്നും അല്ല, എന്റെ 2 കിട്ടിയല്ല. വന്നപ്പോ ദൈവങ്ങളെ പറ്റിക്കാനും തുടങ്ങി അല്ലേ? അയ്യോ, മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.